കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വലിയൊരു ചർച്ച നടക്കുകയാണ്. കേരളം സ്വന്തം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു. IAS ഓഫീസർ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമ വാർത്തകൾ, ചർച്ചകൾ, അന്തിച്ചർച്ചകൾ അങ്ങനെ വലിയ കോലാഹലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് അങ്ങനെ അധികാരപരിധി മറികടന്ന് അങ്ങനെ നിയമിക്കാൻ പാടില്ല. വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അത്തരം കാര്യങ്ങളിൽ കേരളം ഇങ്ങനെ ഇടപെടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ വിദേശകാര്യ വകുപ്പിൻ്റെ വരെ ഉള്ള കമൻറ്റുകൾ, പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞു. സത്യം എന്താണ്? ഈ കാള പെട്ടെന്ന് കേട്ട കയറെടുക്കുന്ന ഈ പരിപാടി നമ്മുടെ മാധ്യമങ്ങൾ എന്നാണ് ഇനി നിർത്തുക? വിദേശകാര്യ വകുപ്പ് പോലും ഇതിനോട് പ്രതികരിച്ച രീതി എന്താണ് യഥാർത്ഥ വസ്തുത എന്താണ്? കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായിട്ട് കേരളത്തിൻ്റെ സെക്രട്ടറിയായിട്ട് നിയമിച്ചു. വസ്തുതാവിരുദ്ധമായ ഇത്തരം കാര്യങ്ങളെ പറ്റി അന്തിച്ചർച്ച ചെയ്യുക, മാധ്യമ ജഡ്ജിമാർ കോട്ടിട്ട് വന്നിട്ട് ചർച്ച ചെയ്യുക, കുറേ എക്സ്പേർട്ടുകൾ, വിദഗ്ധർ, സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ വന്നിരുന്നിട്ട് പ്രതികരിക്കുക. എത്ര ഹോംവർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ? ഇതെന്താണ് സംഭവം? ശരിക്കും എന്താണ് സംഭവിച്ചത്? കേരള സർക്കാർ വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കേരള സർക്കാർ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിട്ടില്ല. എക്സ്റ്റേണൽ കോർഡിനേഷന് വേണ്ടി അധിക ചുമതല വാസുകിക്ക് കൊടുത്തു. അതായത് തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറിയാണ് കെ വാസുകി, IAS. അവർക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് കേരളത്തിൻ്റെ വ്യാപാര ബന്ധങ്ങൾ, ടൂറിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉള്ള അധികം ചുമതല വാസുകിക്ക് കൊടുത്തു. കേന്ദ്ര വിദേശകാര്യ വകുപ്പായിട്ട് സഹകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെ നീക്കണം എന്നുള്ള ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് എത്ര പേര് കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്? ഇനി ഇങ്ങനൊരു ഉത്തരവിറക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോകണം. 2014 നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ ആദ്യമായിട്ട് ഒന്നാം മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. അന്ന് ആ സമയത്ത് അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി, ആർമി കരസേന മേധാവിയായിട്ട് വിരമിച്ച് BJPയിൽ ചേർന്ന ജനറൽ VK സിംഗ് അന്ന് വിദേശകാര്യ സഹമന്ത്രിയാണ്. അന്ന് ലോക്സഭയിൽ ഒരു ചോദ്യം വന്നപ്പോൾ VK സിംഗ് എന്ന് പറയുന്ന വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞ മറുപടി നമ്മൾ ആദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ പിണറായി സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസ്സുകാരും BJPക്കാരും, കേരളത്തിലെ കോൺഗ്രസ്സുകാരും BJPക്കാരും, ഇതൊക്കെ ഓൺ റെക്കോർഡാണ്. ലോക്സഭ രേഖയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ആകാശത്തുനിന്ന് സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ഒന്നും ഞങ്ങൾ പറയുകയല്ല. അന്ന് VK സിംഗ് വിദേശകാര്യ സഹമന്ത്രി 2016 ലോക്സഭയിൽ പറഞ്ഞ മറുപടി, 2014 മോദി സർക്കാർ വരുന്നു, 2016 മോദി സർക്കാർ ഭരിക്കുമ്പോൾ, ഒന്നാം സർക്കാർ ഭരിക്കുമ്പോൾ VK സിംഗ് പറഞ്ഞ മറുപടി എന്താണ്? ചോദ്യം വന്നപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ പറയാം. ലോക്സഭയിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: കയറ്റുമതിയും വിനോദസഞ്ചാരവും പ്രമോട്ട് ചെയ്യുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ശ്രമങ്ങൾക്ക് സുരക്ഷാ സൗകര്യങ്ങൾ, സഹായങ്ങൾ ഉറപ്പു ചെയ്തു കൊടുക്കുന്നതിനും ആ ശ്രമങ്ങളെ ഏകോപിക്കുന്നതിനുമായി വിദേശ മന്ത്രാലയം 2014 ഒക്ടോബറിൽ, അതായത് മോദി സർക്കാർ വന്നതിന് ശേഷം ഉടൻ തന്നെ ഒക്ടോബറിൽ ഒരു സ്റ്റേറ്റ് ഡിവിഷൻ തുടങ്ങിയിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ പ്രേക്ഷകര്. ഒന്നാം മോദി സർക്കാർ 2014 തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ് ഡിവിഷന് സംസ്ഥാനങ്ങളുടെ കയറ്റുമതിയും ടൂറിസം വികസിപ്പിക്കാൻ, വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപഴകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. എന്താണ് കാര്യം? മനസ്സിലായില്ലേ? എന്നിട്ട് ബാക്കി പറയാം, ചുരുക്കി പറയാം, ഒത്തിരി വിസ്തരിക്കുന്നില്ല. ഇതിനായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞ കാര്യമാണ്, വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് പറഞ്ഞതാണ്. ഇതിനായി വിദേശത്തുള്ള മിഷനുകളുമായി എന്ന് പറയുന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാര്യം പുടുകിട്ടിയോ? ഇതിനു വേണ്ടി നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ സംസ്ഥാനങ്ങളോടും
കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ജനറൽ വി.കെ. സിംഗ് ലോക്സഭയിൽ പറഞ്ഞ മറുപടി. ഈ കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം തന്നെയാണ് കെ വാസുകിയെ എക്സ്റ്റേണൽ കോഓപ്പറേഷന്റെ അധിക ചുമതലയുള്ള IAS ഓഫീസറായിട്ട് കേരള സർക്കാർ നിയമിച്ചത്. പിന്നെന്താ, ആർക്കാ എന്താ പ്രശ്നം? എന്താണ് ഇതിനകത്ത്? കേരള വിദേശകാര്യ സെക്രട്ടറി അങ്ങ് നിയമിച്ചത്രേ. ഈ VD സതീശനും കെ സുധാകരനും ഒക്കെ ഇനി എന്നാണ് നേരം വെളുക്കുക? അല്ലെ, കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ്, ഇവിടുത്തെ കേരളത്തിലെ BJP നേതാക്കൾക്കും എന്നാണ് നേരം വെളുക്കുക? കെ സുരേന്ദ്രൻ ഈ വി.കെ. സിംഗിന്റെ ലോക്സഭയിലെ മറുപടിയെ പറ്റി പ്രതികരിക്കാൻ തയ്യാറാണോ? കേരളത്തിലെ BJP നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാണോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ലെഫ്റ്റ് റൈറ്റ് വോയിസ്, തയ്യാറാണോ? ഇനി കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഞങ്ങളുടെ ചാനൽ. അതിന് ഒരു പിന്നാമ്പുറം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ ഒരു പ്രവാസി കാര്യ വകുപ്പുണ്ടായിരുന്നു, അറിയാമോ? VD സതീശനും കെ സുധാകരനും പിന്നെ കുഴൽനാടനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും അറിയാമോ? ഓർമ്മയുണ്ടോ? കൊടുക്കുന്നിൽ സുരേഷിന് ഉൾപ്പെടെ ഓർമ്മയുണ്ടോ? പ്രവാസി കാര്യ വകുപ്പ് ക്യാബിനറ്റ് മന്ത്രി ആരായിരുന്നു? ഒരു മലയാളി. ഏത് മലയാളി? ആരായിരുന്നു? കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വയലാർ രവി. അപ്പൊ ഇത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തുടങ്ങി വെച്ചതാണ്, അല്ലാതെ മോദി പുതുതായിട്ട് കൊണ്ടുവന്ന കാര്യമല്ല. കോൺഗ്രസ്സുകാർ ഇതിനകത്ത് ഉത്തരം പറയണം. പ്രവാസി കാര്യ മന്ത്രിയായിരുന്നു ക്യാബിനറ്റ് റാങ്കിൽ വയലാർ രവി. സംശയമുണ്ട് ആർക്കെങ്കിലും? എന്താ, വിദേശകാര്യമന്ത്രി വേറെ ഇല്ലായിരുന്നോ? വിദേശകാര്യമന്ത്രി വേറെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിലുണ്ട്. പക്ഷെ എന്തിനാ ഒരു പ്രവാസി കാര്യമന്ത്രിയെ, ഒരു മലയാളിയെ തന്നെ വയലാർ രവി കോൺഗ്രസ് നേതാവിന്, മുതിർന്ന നേതാവിനെ തന്നെ വെച്ചത്? എന്തായിരുന്നു വയലാർ രവിയുടെ ഉത്തരവാദിത്വം? ഇതൊക്കെ തന്നെ സംസ്ഥാനങ്ങളുടെ വിദേശ ബന്ധങ്ങൾ, കയറ്റുമതി, ടൂറിസം, മറ്റു കാര്യങ്ങൾ, പ്രവാസികളുടെ പ്രശ്നങ്ങൾ, മലയാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുക, ഇടപെടുക. ഒരു വിദേശകാര്യ വകുപ്പ് മന്ത്രി വേറെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ്, അല്ലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്തിനാ ഒരു പിന്നെ ക്യാബിനറ്റ് റാങ്കിൽ വയലാർ രവിയെ വെച്ച് എന്തിനാണ് പ്രവാസി കാര്യമന്ത്രിയായിട്ട്? എന്താ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതിന് വല്ല ഉത്തരം പറയാനുണ്ടോ? നിങ്ങൾ തന്നെ തുടങ്ങി വെച്ച ഒരു കാര്യം പിന്നീട് മോദി സർക്കാർ അത് ഫോളോ അപ്പ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഇതിനെ പിന്തുടർന്നുകൊണ്ട് കേരള ഗവൺമെന്റ്, പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ കെ വാസുകി എന്ന IAS ഓഫീസറെ അധിക ചുമതല കൊടുത്തിട്ട് എക്സ്റ്റേണൽ ഓപ്പറേഷൻസിന്റെ ചുമതല കൊടുത്തു. ഇതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? എവിടെയാണ് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ട് ഇത് വിഷയം ചർച്ച ചെയ്യാൻ ഇവിടുത്തെ ചാനലുകളോ, അന്തിച്ചർച്ച ജഡ്ജിമാരോ, പങ്കെടുക്കുന്നവരോ, ഇവിടുത്തെ മാധ്യമങ്ങളോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, BJPയും കോൺഗ്രസ്സുകാരും എന്തേ നിങ്ങളെവിടെയാണ്? ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയങ്ങളെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഇവിടുത്തെ BJP നേതൃത്വവും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും. കേരളത്തിന് വികസനം ഇനി എവിടെ നിന്ന് വരണം? ഒന്ന് മെയിൻ ടൂറിസമാണ്, വിനോദസഞ്ചാരം, വിദേശ രാജ്യങ്ങളുമായിട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബാഴ്സലോണ, ട്രിവാൻഡ്രം, ടിൻസിറ്റി, ശശി തരൂരിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. അതേപോലെ വിഴിഞ്ഞം ഒരു കവാടം, ഇന്ത്യയുടെ കവാടമാണ്, ഏഷ്യയുടെ കവാടമാണ്, അത് തുറന്നു. കയറ്റുമതി കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന സാധ്യതയാണ് വിഴിഞ്ഞം വഴിയുള്ള കണ്ടെയ്നർ കയറ്റുമതി, ഇറക്കുമതിയും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം, വാണിജ്യം, വ്യവസായം. അപ്പോ ഇതിനു വേണ്ടി പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ഈ വാണിജ്യ വ്യവസായ സാധ്യതകൾ, കയറ്റുമതി ഉൾപ്പെടെ, അതുപോലെ വിനോദസഞ്ചാരം ഉൾപ്പെടെ നോക്കാൻ ഒരു പ്രത്യേക അധിക ചുമതല കൊടുത്തൊരു IAS ഓഫീസറെ നിയമിച്ചതിന്റെ പേരിൽ ഇവിടെ എന്തൊരു കോലാഹലമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നാട് നന്നാവാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല, അല്ലേ? ഈ നാട്ടിലെ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ BJPയും അല്ലേ ഇതല്ലേ കാണുന്നത്? ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്താ ചെയ്യേണ്ടത്? VD സതീഷിനോട് ചോദിക്കുകയാണ്, പ്രതിപക്ഷ നേതാവിനോടും KPCC പ്രസിഡന്റ് സുധാകരനോടും ചോദിക്കുകയാണ്, കെ സുധാകരനോടും. ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ റോള്, ധാർമ്മികത, ഉത്തരവാദിത്തം എന്താണ്, ചുമതല? ഈ നാട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കുക. നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് വല്ല പാളിച്ചകളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, നഖശിഖാന്തം അതിനെ എതിർത്ത് ചൂണ്ടിക്കാണിക്കുക. പക്ഷെ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ നാടിനെ
കുട്ടിച്ചോറാക്കാനല്ല നിങ്ങൾ ഓരോ നിങ്ങളുടെ പ്രസ്താവനകളും പ്രവർത്തികളും ഇവിടുത്തെ കേരളത്തിലെ BJPയും കേരളത്തിലെ കോൺഗ്രസും UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് K. വാസുകിയെ എക്സ്റ്റേണൽ ഓപ്പറേഷൻസിന്റെ അധിക ചുമതല കൊടുത്തത്. വിദേശകാര്യ സെക്രട്ടറിയെ കേരളം നിയമിച്ചു. നിങ്ങൾക്കിനി എന്നാണ് നേരം വെളുക്കുക എന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യം ഞാൻ പറയുന്നത് വളരെ കഷ്ടമാണിത്. ഇങ്ങനെയല്ല ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. അത് കോൺഗ്രസ് ആയാലും UDF ആയാലും BJP ആയാലും. കുറച്ചുകൂടി ഈ നാട് നന്നാവണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായിട്ട് പ്രവർത്തിക്കുക. VD സതീഷിനോടും K. സുധാകരനോടും K. സുരേന്ദ്രനോടും ഒക്കെ ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് വോയിസിൽ പറയാനുള്ളത് ഇത് മാത്രമേ.